ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവം നമ്മുടെ തൊട്ടടുത്ത് നമ്മോടൊപ്പം തന്നെ ഉണ്ട് എന്ന് ഉറപ്പ് നൽകുന്ന അനേകം പ്രോമിസസ് ബൈബിളിലുണ്ട്. അതിലൊന്ന് നമുക്ക് ശ്രദ്ധിക്കാം. 145 സങ്കീർത്തനം 18 വാക്യം. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. ദൈവം അനധിവിദൂരതയിലല്ല, കണ്ടെത്തുവാൻ കഴിയാത്ത അനന്തതയിലുമല്ല, വളരെ വളരെ അടുത്താണ്. ജീവിതം സംഘർഷപൂർണമാകുമ്പോൾ, പ്രാർത്ഥനയ്ക്ക് മറുപടി വൈകുമ്പോൾ, തീർച്ചയായും ഈ വേദഭാഗം നമ്മുടെ ആത്മാവിന്മേലുള്ള ദൈവത്തിന്റെ ആലിംഗനമായിരിക്കും. ദൈവം അടുത്തായിരിക്കാമെന്നല്ല സങ്കീർത്തനക്കാരൻ പറയുന്നത്. The Lord is near to us. യാക്കോബ് 4:8. ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. പാപികളെ നിങ്ങൾ കരങ്ങൾ വൃത്തിയാക്കുവിൻ, ചഞ്ചല മനസ്കരെ നിങ്ങളുടെ ഹൃദയങ്ങൾ ശുചിയാക്കുവിൻ. റേഡിയോ നിലയത്തിൽ നിന്നും എപ്പോഴും ബ്രോഡ്കാസ്റ്റിംഗ് തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ശരിയായ ഫ്രീക്വൻസിയിൽ റേഡിയോ ട്യൂൺ ചെയ്താൽ മാത്രമേ പ്രക്ഷേപണം നമുക്ക് കേൾക്കുവാൻ കഴിയുകയുള്ളൂ. ദൈവം നമ്മുടെ അടുത്ത് തന്നെയുണ്ട്. ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധനയിലൂടെ, പ്രാർത്ഥനയിലൂടെ മനസ്സ് ട്യൂൺ ചെയ്യുമ്പോൾ ദിവ്യ സാന്നിധ്യം നമുക്ക് ആത്മാവിൽ അനുഭവമാകും. തന്നെ വിളിക്കുന്നവർക്ക് ദൈവം സമീപസ്ഥനാണെന്നാണ് ഈ വേദഭാഗത്തെ രണ്ടാമത്തെ സന്ദേശം. മക്കൾ മാതാപിതാക്കളോട് സംസാരിക്കുന്ന ഭാഷയാണ് പ്രാർത്ഥന. അത് സാഹിത്യഭംഗി നിറഞ്ഞതും സുദീർഘവുമാകണമെന്നില്ല. നമ്മൾ കരയുമ്പോൾ, ഹൃദയ തപനത്തോടെ വിതുമ്പുമ്പോൾ, സഹന നൊമ്പരങ്ങളാൽ നെടുവീർപ്പിടുമ്പോൾ ദൈവം നിശ്ചയമായും നമ്മുടെ അടുത്തുണ്ടായിരിക്കും. അതൊക്കെ സ്വർഗം ശ്രദ്ധയോടെ കേൾക്കുന്ന പ്രാർത്ഥനകളാണ്. കരയുന്ന കുഞ്ഞിന്റെ അടുത്ത് അമ്മ എത്തുന്നത് പോലെ നമ്മൾ നിസ്സഹായതയിൽ ദൈവത്തെ വിളിക്കുമ്പോൾ ദൈവ സാന്നിധ്യം നമ്മോടൊപ്പമുണ്ടായിരിക്കും. പത്രോസ് വെള്ളത്തിൽ മുങ്ങിയപ്പോൾ ദൈവമേ രക്ഷിക്കണമേ എന്ന് ഉറക്കെ നിലവിളിച്ച് കരയുവാൻ മാത്രമേ അപ്പോൾ കഴിഞ്ഞുള്ളൂ. അത് കർത്താവിനോടുള്ള അടിയന്തര SOS സന്ദേശമായിരുന്നു. കർത്താവ് പത്രോസിന് തൽക്ഷണം കൈ നീട്ടിക്കൊടുത്തു. നമ്മുടെ ജീവിതത്തിലും ഇതെത്രയോ പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട്, അല്ലേ? ദൈവത്തെ ഹൃദയ പരമാർത്ഥതയോടെ വിളിക്കണമെന്നാണ് തിരുവചനം ഓർമ്മപ്പെടുത്തുന്ന മൂന്നാമത്തെ കാര്യം. ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ച് അപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. ആളുകൾ ശ്രദ്ധിക്കുവാൻ വേണ്ടിയുള്ള പ്രകടന പ്രാർത്ഥനയിലും, അയൽക്കാർക്ക് ശല്യമുണ്ടാക്കുന്ന അട്ടഹാസ പ്രാർത്ഥനയിലും, ഉപായരൂപേണയുള്ള സുദീർഘ പ്രാർത്ഥനയിലും ദൈവം പ്രസാദിക്കുന്നില്ലെന്ന് കർത്താവ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പരമാർത്ഥ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുന്നവരെയാണ് ദൈവം ശ്രദ്ധിക്കുന്നത്. അവരിലാണ് ദൈവം പ്രസാദിക്കുന്നത്. യോഹന്നാൻ 4:24.
ദൈവം ആത്മാവാണ്. അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. കുഞ്ഞുങ്ങൾ വികലമായ വാക്കുകളിലും അപൂർണമായ വാചകങ്ങളിലും അവരുടെ ആവശ്യങ്ങൾ പറഞ്ഞാലും മാതാപിതാക്കൾ നിരസിക്കാറില്ല. അവരുടെ ആവശ്യങ്ങൾ സന്തോഷത്തോടെ നിറവേറ്റിക്കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. ആലങ്കാരികവും കൃത്രിമവുമായ വാക്കുകളേക്കാൾ ഹൃദയത്തിലെ സത്യസന്ധതയാണ് ദൈവം ശ്രദ്ധിക്കുന്നത്. ദൈവ സാന്നിധ്യം ആശ്വാസവും ബലവും നൽകുന്നു എന്നതാണ് ഈ വേദഭാഗത്തിന്റെ 4ാമത്തെ മർമ്മം. സങ്കീർത്തനം 145:19. തന്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവിടുന്ന് സഫലമാക്കുന്നു. അവിടുന്ന് അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുന്നു. ദൈവം അടുത്തു വരുമ്പോൾ മനസ്സിലെ ഭയത്തിന്റെ മരവിപ്പ് മാറും. ഏകാന്തതയും ശൂന്യതാബോധവും അകന്നു പോകും. ആശ്വാസപ്രദൻ നൽകുന്ന പ്രത്യാശയും ധൈര്യവും മനസ്സിനെ ശക്തമാക്കും. അവന്റെ സാന്നിധ്യം ആശ്വാസം മാത്രമല്ല, ശക്തിയും ആത്മപ്രചോദനവും നൽകും. സങ്കീർത്തനങ്ങൾ 34:18. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. ഇരുട്ടുമുറിയിൽ വിളക്ക് തെളിയുമ്പോൾ അന്ധകാരം അകന്നു പോകും. ദൈവസാന്നിധ്യം നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ഉടനടി പരിഹരിക്കണമെന്നില്ല. പക്ഷേ ദൈവ സാന്നിധ്യത്തിന്റെ പ്രകാശത്തിൽ ഭയത്തിന്റെ ഇരുട്ട് അപ്രത്യക്ഷമാകും. 145 സങ്കീർത്തനം 18 വാക്യവുമായി ബന്ധപ്പെട്ട് 4 കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. ദൈവ സാന്നിധ്യം തിരുവചനത്തിൽ ആവർത്തിക്കുന്ന വാഗ്ദത്തമാണ്. തന്നെ വിളിക്കുന്നവർക്ക് ദൈവം സമീപസ്ഥനാണ്. 3. ദൈവത്തെ ഹൃദയ പരമാർത്ഥതയോടെയാണ് വിളിക്കേണ്ടത്. 4. ദൈവ സാന്നിധ്യം ആശ്വാസവും ബലവും നൽകുന്നു. ദൈവം അകലെയല്ലെന്നുള്ള വിസ്മയ ഉറപ്പാണ് ഈ സങ്കീർത്തനം നമുക്ക് നൽകുന്നത്. ദൈവം നമ്മുടെ അടുത്താണ്. നമ്മുടെ ശ്വാസത്തെക്കാൾ, ചിന്തകളെക്കാളൊക്കെ അടുത്ത്. പരമാർത്ഥ ഹൃദയത്തോടും സാന്നിധ്യബോധത്തോടും അവനെ വിളിക്കണമെന്ന് മാത്രമാണ് ദൈവം ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ നമ്മുടെ പ്രതിസന്ധികളും സഹനങ്ങളും ഹൃദയവേദനയും എത്ര വലുതും ദുസ്സഹവുമായിക്കൊള്ളട്ടെ, ഒന്ന് വിളിച്ചാൽ ദൈവം അടുത്തെത്തും. യെശയ്യാ-പ്രവചനം 65:24. വിളിക്കും മുമ്പേ ഞാൻ അവർക്ക് ഉത്തരമരുളും. പ്രാർത്ഥിച്ചു തീരും മുമ്പേ ഞാനത് കേൾക്കും. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രത്യാശയോടെ പ്രാർത്ഥിക്കുവാനും ദീർഘക്ഷമയോടെ കാത്തിരിക്കുവാനുമുള്ള ആത്മീയ ഒരുക്കം ദൈവം നമുക്ക് നൽകട്ടെ. ശുഭാശംസകളോടെ എ.പി. ജോർജ്.